ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിൽ നിന്ന് വീണ്ടും ബി.ജെ.പിയിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് കൂടി ചേർന്നിരിക്കുകയാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നേതാക്കളാണ് കോൺഗ്രസ് വിട്ടുപോകുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് രൂക്ഷമാകുകയാണ്. ഇങ്ങനെ കൊഴിഞ്ഞുപോക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, അവർ ബി.ജെ.പിയിലേക്ക് ചേരുന്നത് അല്ലെങ്കിൽ ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിന് വ്യക്തമായ ഒരു നിലപാടില്ലാത്തത് തന്നെയാണ്. പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും കോൺഗ്രസ് വേണ്ട വിധത്തിൽ നിലപാടെടുക്കാത്തത് അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കാത്തത് കോൺഗ്രസിലെ നേതാക്കളിലും അണികളിലും ഉൾപ്പെടെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും പാർട്ടിയെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, വൈവിധ്യമാർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. എന്നാൽ എല്ലാ വൈവിധ്യമാർന്ന ആളുകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും പല നയങ്ങളോടും ഒത്തുപോകാൻ സാധിക്കാതെ പാർട്ടി വിട്ട് പല നേതാക്കളും ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോഴിതാ മറ്റൊരു കോൺഗ്രസ് വക്താവ് കൂടി ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. മുൻ കോൺഗ്രസ് വക്താവ് രോഹൻ ഗുപ്തയാണ് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ വാർത്താവിനിമയ വിഭാഗത്തിലെ മുതിർന്ന നേതാവിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങളും സഹിക്കേണ്ടി വന്ന അപമാനവുമാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മുതിർന്ന നേതാക്കൾ വ്യക്തിഹത്യ നടത്തുന്നുവെന്നും അപമാനിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു അദ്ദേഹം രാജിവെച്ചത്. മാർച്ച് 22-നായിരുന്നു ഗുപ്ത കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. ജയറാം രമേശിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയായിരുന്നു രോഹൻ ഗുപ്ത പാർട്ടി വിട്ടത്. സനാതനധർമ്മം അപമാനിക്കപ്പെട്ടപ്പോൾ തങ്ങളോട് മിണ്ടാതിരിക്കാൻ ജയറാം രമേശ് ആവശ്യപ്പെട്ടുവെന്നാണ് വിമർശനം. രാജ്യത്തിന്റെ പേരിൽ ഒരു സഖ്യമുണ്ടാക്കിയെങ്കിലും ദേശവിരുദ്ധ കക്ഷികളെയെല്ലാം അതിന്റെ ഭാഗമാക്കിയെന്നും രോഹൻ വിമർശിച്ചു. ഖലിസ്ഥാനികളുമായി അടുത്ത ബന്ധമുള്ള കേജ്രിവാളിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നും ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു. പേരിൽ മാത്രം രാമനുള്ള കോൺഗ്രസിന്റെ വാർത്താവിനിമയ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. സനാതനധർമ്മം അപമാനിക്കപ്പെടുമ്പോൾ ഞങ്ങളോട് മിണ്ടാതിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ പേരുപയോഗിച്ച് ഒരു സഖ്യമുണ്ടാക്കി, പക്ഷേ അതിൽ ദേശവിരുദ്ധ ശക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു രോഹൻ ഗുപ്തയുടെ ആരോപണം. കൂടാതെ കേജ്രിവാളിന് ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചും രോഹൻ ഗുപ്ത പറഞ്ഞിരുന്നു. ഖലിസ്ഥാനികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കേജ്രിവാളിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സഖ്യം നിർബന്ധിതരാണെന്നാണ് ഗുപ്ത പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷമായി തന്നെ അപമാനിച്ച നേതാവ് കഴിഞ്ഞ 3 ദിവസമായി അതിൽ നിന്ന് പിന്മാറാത്തയാൾ, ഭാവിയിലും അയാൾ ഇത് തുടരും. അവനെ തടയാൻ കഴിയില്ല. അയാൾ തൻ്റെ അഹങ്കാരം കൊണ്ടും പരുഷമായ പെരുമാറ്റം കൊണ്ടും പാർട്ടിയെയും തകർത്തു. തൻ്റെ തീവ്രമായ ഇടതുപക്ഷ ചിന്താഗതി കാരണം സനാതനധർമ്മത്തെ വ്യക്തിപരമായി വേദനിപ്പിച്ച സംഭവത്തിൽ പാർട്ടിയെ മൗനം പാലിപ്പിച്ചു എന്നിങ്ങനെയായിരുന്നു രോഹന്റെ പ്രതികരണം. ട്വിറ്ററിലൂടെയായിരുന്നു രോഹന്റെ ഈ ഒരു വൈകാരികമായ പ്രതികരണം. 15 വർഷത്തോളമായി കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് രോഹൻ ഗുപ്ത. കഴിഞ്ഞ മാസം അഹമ്മദാബാദ് ഈസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പിൻവലിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രോഹൻ ഗുപ്ത കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും. കേന്ദ്രമന്ത്രിയായ ഹർദീപ് സിംഗ് പുരി, ബി.ജെ.പി നാഷണൽ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവ്ദെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബി.ജെ.പിയിലേക്ക് അദ്ദേഹം ചേർന്നത്, ബി.ജെ.പിയിൽ അംഗത്വം എടുത്തത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന തീരുമാനം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ എതിർപ്പ്, എ.എ.പി പോലുള്ള പാർട്ടികളുമായുള്ള സഖ്യവും പാർട്ടിയുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്നു എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക്. 2047 വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത ഇന്ത്യ എന്ന ബി.ജെ.പി നേതൃത്വത്തിന്റെ അജണ്ടയ്ക്ക് ഗുപ്ത പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഈ ആഴ്ച തന്നെയായിരുന്നു ബോക്സറും രാഷ്ട്രീയക്കാരനുമായ കോൺഗ്രസ് നേതാവ് വിജേന്ദർ സിംഗും ബി.ജെ.പിയിൽ ചേർന്നത്.
2019 ലോക്സഭയിലെ സൗത്ത് ഡൽഹി സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു സിംഗ്. വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെയാണ് BJPയിലെത്തിയപ്പോൾ തോന്നുന്നതെന്നും തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ടെന്നും BJPയുടെയും മോദി സർക്കാരിന്റെയും കീഴിൽ ആഭ്യന്തരമായും അന്തർദേശീയമായും കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന ആദരവ് പ്രശംസനീയമാണെന്നുമായിരുന്നു BJP അംഗത്വം സ്വീകരിച്ച ശേഷം വിജേന്ദർ സിംഗ് പറഞ്ഞത്. 2019 മാർച്ചിൽ ടോം വടക്കനിൽ നിന്ന് തുടങ്ങിയതാണ് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് വക്താക്കളുടെ കൊഴിഞ്ഞുപോക്ക്. 2022 ജയ്വീർ ഷെർഗിൽ, കഴിഞ്ഞയാഴ്ച ഗൗരവ് വല്ലഭ്, ഏറ്റവും ഒടുവിൽ രോഹൻ ഗുപ്ത നേതൃത്വത്തിന്റെ രീതികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ പാർട്ടി വിടുന്നു. നിലവിൽ ഡൽഹിയിൽ BJPയുടെ മുഖമായ ഷഹസാദ് പൂനെവാല 2017 ശിവസേനയുടെ ദേശീയ മുഖമായ പ്രിയങ്ക ചതുർവേദി 2019 കോൺഗ്രസ് വിട്ടവരാണ്. രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾ ശക്തമായി വാദിച്ച് ടെലിവിഷനിൽ ചാനലുകളിൽ പാർട്ടിയുടെ മുഖങ്ങളായി തെളിഞ്ഞവർ ഇതെല്ലാം തള്ളിപ്പറഞ്ഞ് BJPയിൽ കുടിയേറുന്നത് AICCക്ക് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളൊന്നും ചില്ലറയല്ല.